മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, 4-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് 3-ാമത്തെ പാഠമാണ് നമ്മുടെ പഠന വിഷയം. 68 വരെയുള്ള പേജുകൾ, 66, 67, 68 പേജുകളിൽ നിന്നുള്ള പാഠഭാഗമാണ് നമ്മളിന്ന് പഠന വിധേയമാക്കുക. 3-ാമത്തെ പാഠമാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ സഭയുടെ ധീര നേതാക്കന്മാരെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കൂടുതൽ തീക്ഷ്ണതയോടെ പഠന ശൈലിയിൽ തന്നെ ബുദ്ധിയിലും മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും നിറയത്തക്ക വിധത്തിൽ ഈ പാഠഭാഗങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും സഭയെ കൂടുതൽ അറിയുവാനും അങ്ങനെ സഭയെ കൂടുതൽ സ്നേഹിച്ച് സഭയുടെ ധീര യോദ്ധാക്കന്മാരായി മാറുവാനുമുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് ചോദിക്കാം. നല്ല തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ക്ലാസ് കേൾക്കുന്ന സമയങ്ങളിലും തുടർന്നും സഭയെ മനസ്സിലാക്കുവാനും ആഴത്തിലറിഞ്ഞ് സഭയ്ക്കു വേണ്ടി നിലകൊള്ളുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ അയക്കണമേ. സഭയെ നയിക്കുന്ന ആത്മാവിൻ്റെ കൃപകളും ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും ഞങ്ങൾ സമൃദ്ധമായി ചുരിഞ്ഞ് ഈ ക്ലാസ് യഥാവിധി മനസ്സിലാക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ക്ലാസ് നയിക്കുന്നവരെയും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഈശോയെ ഇതിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് സഭയോട് ചേർത്ത് നിർത്തണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, ഇത് നമ്മുടെ 4-ാമത്തെ ക്ലാസ്സാണ്. 3-ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നതെന്ന് സൂചിപ്പിച്ചിരുന്നു. ഈ 3-ാമത്തെ പാഠത്തിൽ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും അങ്കമാലി യോഗം, ഗൂഢാലോചനകളും പാതിരിമാരുടെ ഇടപെടലുകളും, അങ്കമാലിയിൽ കൂടിയ പള്ളിയോഗം ഒരു നിശ്ചിത തീരുമാനം എടുക്കാൻ കഴിയാതെ ഉഴലുന്നതും, ഇതിനിടയിൽ വിദേശ മിഷണറിമാർ പാതിരിമാർ തങ്ങളുടെ അധികാരം നിലനിർത്താൻ നടത്തുന്ന നീക്കങ്ങളുമാണ് ഈ ഭാഗത്തെ പ്രധാന പ്രമേയം. 1. പാതിരിമാരുടെ ചാരപ്രവൃത്തിയും നിരീക്ഷണവും. യോഗത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കൃത്യമായി അറിയാൻ, അതായത് അങ്കമാലി യോഗത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ വരാപ്പുഴയിൽ നിന്നുള്ള പാതിരിമാർ ചാരന്മാരെ നിയോഗിച്ചിരുന്നു. വരാപ്പുഴയിൽ നിന്നും വന്ന ചില ദൂതന്മാർ യോഗത്തിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. യോഗത്തിലെ ഓരോ ചലനങ്ങളും അവർ രഹസ്യമായി വരാപ്പുഴയിലേക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഈ രംഗനിരീക്ഷണം വഴി പള്ളിക്കാരുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയുവാനായിട്ട് പാതിരിമാർക്ക് സാധിച്ചുവെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. 2-ാമത്തെ കാര്യമെന്ന് പറയുന്നത് താഴയ്ക്കാട്ട് ഇട്ടിയച്ചൻ കത്തനാരും മാപ്പപേക്ഷയും. പാതിരിമാർ തങ്ങളുടെ പക്ഷം സ്ഥാപിക്കാനായി ഒരു ഔദ്യോഗിക പ്രതിനിധിയെ അയക്കുകയാണ്. അതാണ് താഴയ്ക്കാട്ട് ഇട്ടിയച്ചൻ കത്തനാർ. പരേതനായ വരാപ്പുഴ മെത്രാൻ്റെ പകർപ്പെഴുത്തുകാരനും കാര്യസ്ഥനുമായ ആലങ്ങാട്ടുകാരൻ താഴയ്ക്കാട്ട് ഇട്ടിയച്ചൻ കത്തനാരായിരുന്നു ആ ദൂതൻ. അദ്ദേഹം യോഗത്തിൽ അതീവ വിനയത്തോടെ പെരുമാറുകയും മുൻപ് പാതിരിമാർ പള്ളിക്കാരോട് കാണിച്ച മോശം പെരുമാറ്റത്തിന് മാപ്പ് ചോദിക്കുകയും ചെയ്തു. തെറ്റുകൾക്ക് പരിഹാരം ചെയ്യാൻ പാതിരിമാർ സന്നദ്ധരാണ് എന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ മറ്റു പള്ളിക്കാർ കൂടി വരാതെ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് യോഗം മറുപടി നൽകി. 3-ാമത്തെ കാര്യം ഒരു പുതിയ നേതൃത്വവും ഭക്തിമാർഗത്തിലേക്കുള്ള വ്യതിചലനവുമാണ്. യോഗത്തിലേക്ക് പ്രമുഖരായ ചില വ്യക്തികൾ കൂടി എത്തിച്ചേരുന്നു. 1. മുട്ടത്തുകാരൻ ചാക്കോ കത്തനാരാണ്. ഇദ്ദേഹം കാര്യപ്രാപ്തിയുള്ള വ്യക്തിയായതിനാൽ യോഗത്തിൻ്റെ നേതൃത്വം സ്വയം ഏറ്റെടുക്കുന്നു. ഇത് പള്ളിക്കാർക്ക് വലിയ ആശ്വാസമായി. അതുപോലെ 2-ാമതൊരു വ്യക്തി വരുന്നുണ്ട്, പ്രമുഖനായ വ്യക്തി വാരാരപ്പള്ളിയിൽ ചാക്കോ.
ഇദ്ദേഹം കൊണ്ടുവന്ന തമിഴ് ഭാഷയിലുള്ള ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ധ്യാന പുസ്തകം യോഗത്തിൻ്റെ ഗതി മുഴുവൻ മാറ്റി. അതായത് ഗൗരവമായ സഭാകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം പലരും ഈ പുസ്തക വായനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഭക്തി നിർഭരമായ ധ്യാനത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് യോഗത്തിൻ്റെ ലക്ഷ്യത്തെ ദുർബലപ്പെടുത്തി. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് രഹസ്യ ചർച്ചകളും ഗ്രൂപ്പിസവും യോഗത്തിൻ്റെ ഐക്യം തകർക്കുന്നതായി കാണുകയാണ്. പരസ്യമായി ചർച്ച ചെയ്തിരുന്ന കാര്യങ്ങൾ മുക്കിലും മൂലയിലും ഇരുന്നുള്ള രഹസ്യ സംഭാഷണങ്ങളായി മാറി. പള്ളിക്കാർ ഗ്രൂപ്പുകളായി തിരിയുകയും പുതിയ മൈത്രി ബന്ധങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഒരു അനിശ്ചിതത്വവും ഉണ്ടാവുകയാണ്. ഈ അനിശ്ചിതത്വം കണ്ട പാതിരിമാരുടെ ചാരന്മാർ പാതിരിമാർക്ക് ഉടൻ തന്നെ അങ്കമാലിയിലേക്ക് വരാനുള്ള സന്ദേശം നൽകി. അങ്ങനെ അഞ്ചാമത്തെ കാര്യത്തിൽ നമ്മൾ കടക്കുകയാണ്. പാതിരിമാരുടെ വരവും അങ്കമാലിക്കാരുടെ ഉള്ളിരിപ്പും. റോമിൽ നിന്നെത്തിയ ലൗറന്തിയോസ് യുസ്തീനിയാനി, യോഹന്നാൻ, ലൗറന്തിയോസ് എന്നീ 3 പാതിരിമാർ അങ്കമാലിയിലെത്തി. ഇവരെ രഹസ്യ സ്വീകരണമാണ് നടക്കുക. പള്ളിക്കാരെ മുമ്പ് അവഹേളിച്ചവരായതുകൊണ്ട് പാതിരിമാരെ പകൽ വെളിച്ചത്തിൽ സ്വീകരിക്കാൻ അങ്കമാലിക്കാർ ഭയപ്പെട്ടു. എന്നാൽ രാത്രിയിൽ അവരെ രഹസ്യമായി കൊണ്ടുവന്ന് പള്ളിയിലെ പടിപ്പുര മാളികയിൽ താമസിപ്പിച്ചു. ഇതിനൊരു വിശകലനം ഇതാണ്. അങ്കമാലി പള്ളിക്കാരുടെ യഥാർത്ഥ ലക്ഷ്യം പാതിരിമാരെ പാടെ ഉപേക്ഷിക്കലല്ലായിരുന്നു, മറിച്ച് പാതിരിമാരെ കൊണ്ട് ഒന്ന് മാപ്പ് പറയിപ്പിച്ച് വീണ്ടും അവരുടെ ഭരണത്തിന് കീഴിൽ തുടരുക എന്നതായിരുന്നു. ഇതിനുവേണ്ടിയാണ് അവർ മറ്റു പള്ളിക്കാരെ കൂട്ടുപിടിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു അവലോകനം. ഇതാണ് ചുരുക്കമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ 3-ാം പാദം ഇവിടെ ക്ലാസ് 4-ാമത്തെ ക്ലാസ്സാണ്, പക്ഷേ 3-ാമത്തെ പാദമാണ് നമ്മൾ പഠിച്ചത്. 68 വരെയുള്ള 66, 67, 68 വരെയുള്ള പേജുകളിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒരു കാര്യം വീണ്ടും ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഈ പാഠം നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ പുസ്തകത്തിലെ പേജ് ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ കാരണം പുസ്തകം കൂടി വായിച്ചു പോകണം, എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ആ പുസ്തകം വായിക്കാനുള്ള ഒരു ആമുഖമായിട്ടാണ് ഈ ക്ലാസ്സുകൾ നൽകുക. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് കാര്യമൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് മറന്നു പോകരുത് എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. അങ്കമാലി യോഗത്തിലെ വിവരങ്ങൾ വരാപ്പുഴയിലുള്ള പാതിരിമാരെ അറിയിച്ചിരുന്നത് ആരാണ്? യോഗത്തിൽ പങ്കെടുത്ത പള്ളിക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന പാതിരിമാരുടെ ചാരന്മാരും ദൂതന്മാരും. പാതിരിമാരുടെ പ്രതിനിധിയായി അങ്കമാലി യോഗത്തിൽ വന്ന് മാപ്പപേക്ഷ നടത്തിയത് ആരായിരുന്നു? വരാപ്പുഴ മെത്രാൻ്റെ പകർപ്പെഴുത്തുകാരനും അരമനയുടെ നടത്തിപ്പുകാരനുമായ ആലങ്ങാട്ടുകാരൻ താഴയ്ക്കാട്ട് ഇട്ടിയച്ചൻ കത്തനാർ. ഇട്ടിയച്ചൻ കത്തനാർ യോഗത്തിന് മുൻപാകെ പാതിരിമാർക്കു വേണ്ടി അറിയിച്ച ദൗത്യം എന്തായിരുന്നു? മെത്രാൻ്റെ ശവസംസ്കാരത്തിന് പള്ളിക്കാർ വരാപ്പുഴയിൽ നിന്ന് വന്നപ്പോൾ പാതിരിമാർ കാണിച്ച മോശം പെരുമാറ്റത്തിൽ ഖേദമുണ്ടെന്നും അതിന് പരിഹാരം ചെയ്യാൻ പാതിരിമാർ സന്നദ്ധരാണെന്നും. ഇട്ടിയച്ചൻ കത്തനാരുടെ മാപ്പപേക്ഷയോട് പള്ളിക്കാർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? മറ്റു പള്ളിക്കാർ കൂടി വരാതെ ഇക്കാര്യത്തിൽ തനിയെ ഒരു തീരുമാനമെടുക്കാൻ തങ്ങൾക്ക് നിർവാഹമില്ലെന്ന് അവർ അറിയിച്ചു.
കാര്യപ്രാപ്തിയും വിവേകമുള്ള ആളെന്ന നിലയിൽ യോഗത്തിൻ്റെ നേതൃത്വം സ്വയം ഏറ്റെടുത്തത് ആരാണ്? പടിഞ്ഞാറേ മുട്ടത്തു നിന്നുള്ള ചാക്കോ കത്തനാർ. അങ്കമാലി യോഗത്തിനു വന്ന ഭക്തനായ വാരാരപ്പള്ളിയിൽ ചാക്കോയുടെ കൈവശമുണ്ടായിരുന്ന പുസ്തകം ഏതാണ്? തമിഴ് ഭാഷയിലുള്ള ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ധ്യാന പുസ്തകം. യോഗത്തിൽ കാര്യമായ ചർച്ചകൾ നടക്കേണ്ട സമയത്ത് ജനങ്ങൾ ധ്യാനത്തിലേക്ക് തിരിയാൻ കാരണമെന്ത്? വരാരപ്പള്ളിയിൽ ചാക്കോ തൻ്റെ പീഡാനുഭവ പുസ്തകം ഉറക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ സഭാകാര്യങ്ങൾ മറന്ന് വായന കേട്ട് ധ്യാനത്തിൽ മുഴുകി. യോഗത്തിൽ ഭിന്നതയുണ്ടായപ്പോൾ ചർച്ചകളുടെ രീതിയിൽ വന്ന മാറ്റം എന്തായിരുന്നു? പകൽ പരസ്യമായി ചർച്ച ചെയ്തിരുന്ന കാര്യങ്ങൾ മാറി രാത്രിയിൽ പലയിടങ്ങളിലായി ഗ്രൂപ്പ് തിരിഞ്ഞും രഹസ്യമായും ചർച്ചകൾ നടക്കാൻ തുടങ്ങി. മലങ്കരക്കാരുടെ ആചാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ റോമിൽ നിന്നും നിയോഗിക്കപ്പെട്ട പാതിരി ആര്? ലൗറന്തിയാസ് യുസ്തീനിയാനി. ലൗറന്തിയാസ് പാതിരിക്കൊപ്പം അങ്കമാലിയിലേക്ക് വന്ന മറ്റു 2 പാതിരിമാർ ആരെല്ലാം? യോഹന്നാൻ ദെ സന്ത മാർഗരീത്ത, ലൗറന്തിയാസ് ദെ സന്ത റൊസീന. പാതിരിമാരെ അങ്കമാലി പള്ളിയിൽ എവിടെയാണ് താമസിപ്പിച്ചത്? അങ്കമാലി മെത്രാസന പള്ളിയുടെ പടിപ്പുര മാളികയിൽ. അങ്കമാലി പള്ളിക്കാരുടെ യഥാർത്ഥ ഉള്ളിരിപ്പ് എന്തായിരുന്നുവെന്നാണ് ഗ്രന്ഥകർത്താവ് വിലയിരുത്തുന്നത്. പാതിരിമാരെ കൊണ്ട് മാപ്പ് പറയിച്ച് അവരുമായി രമ്യപ്പെട്ട് വീണ്ടും പാതിരിമാരുടെ ഭരണത്തിന് കീഴിൽ തന്നെ കഴിയുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം.